ഹായ് ഫ്രണ്ട്സ്, പതിവ് പോലെ ഞാനും ഷീബയും കൂടി രാജേശ്വരി അമ്പലത്തിൽ പോയി. ഇത്തവണ ഞങ്ങളുടെ കൂടെ രഞ്ജിനിയും രോഷിനിയും ഉണ്ടായിരുന്നു. നവരാത്രിയുടെ 5th ഡേ ആയതുകൊണ്ട് ഗ്രീൻ കളർ ഡ്രസ്സൊക്കെ ഇട്ടാട്ടോ ഞങ്ങൾ പോയത്. ഇതാ ഇവിടുത്തെ സ്റ്റാച്യൂസൊക്കെ കണ്ട ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നവരാത്രി സ്പെഷ്യൽ പൂജകളൊക്കെ നടക്കുകയല്ലേ. അപ്പോൾ ഇതാ ഒരു കാളി ദേവിയുടെ വിഗ്രഹം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇത് കൊൽക്കത്തയിൽ കാളിപൂജ സമയത്ത് പോയപ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ബാംഗ്ലൂർ ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്. ഇവിടെ രാജേശ്വരി അമ്പലത്തിൽ ആദ്യമായിട്ട് വെക്കുകയെന്ന് തോന്നുന്നു. നല്ല അടിപൊളി സ്റ്റാച്ചു ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ. നവരാത്രിയുടെ പൂജ നടക്കണ കാരണമെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ. പതിവ് പോലെ നാരങ്ങാത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ലോങ് ക്യൂവിലൊക്കെ നിന്നാണ് തൊഴാൻ പറ്റിയത്. ലോങ് ക്യൂ ഒക്കെ ആണെങ്കിലും ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് കുറേ സ്റ്റാഫുകളെയൊക്കെ അവർ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ വേഗം തൊഴുതു മാറണമെന്ന് ഇങ്ങനെ നമ്മളോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വേഗം തൊഴുത് ഇറങ്ങി കേട്ടോ. അപ്പോൾ പുറത്ത് തൊഴുതിറങ്ങി കഴിയുമ്പോൾ ഇതുപോലെ പ്രസാദമൊക്കെ വാങ്ങിക്കാം നമുക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തായിരുന്നു ഈ നവരാത്രിയുടെ സ്പെഷ്യൽ പൂജ നടക്കുന്നത് കേട്ടോ. ഇവിടെ പൂജയ്ക്ക് നമ്മൾ കൊടുത്തേക്കുന്നവർക്ക് മാത്രമാണ് അവിടെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇതിലേ ഇങ്ങനെ പാസ് ചെയ്ത് പോകാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി. പുറത്തും ആൾക്കാർ നാരങ്ങത്തിരി കത്തിക്കാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഒരേപോലെ സാരി എടുത്തു പോകണുണ്ടോ. ഇത് പ്രാർത്ഥനാ സംഘങ്ങളാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അമ്പലത്തിലേക്ക് വരുന്ന ആൾക്കാരുടെ തിരക്കും പിന്നെ അവരുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തേക്കണതിൻ്റെ തിരക്കുമൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ഉന്തുവണ്ടിയിൽ നല്ല പേരയ്ക്ക കണ്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ കിലോ പേരയ്ക്കയൊക്കെ മേടിച്ചു കിട്ടാം.